ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് LRC, ലോഞ്ചിറ്റ്യൂഡിനൽ റിഡൻഡൻസി ചെക്കാണ്. ഇതിൽ എങ്ങനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റിഡൻഡൻസി ചെക്ക് അല്ലെങ്കിൽ LRCയിൽ എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാം. ഇതിലെന്ത് ചെയ്യും വെച്ചിങ്ങനെ തന്നിരിക്കുന്ന റോസിനെ 4 റോസും 8 കോളംസും ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത്. ഈ എക്സാമ്പിൾ തന്നിരിക്കുന്നതിൽ 1 2 3 4 റോസ് ഉണ്ട്. അതുമാതിരി ഓരോന്നിലും 8 കോളംസ് ഉണ്ടായിരിക്കും. 1 2 3 4 5 6 7 8 അങ്ങനെ 8 കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്താണ് ഒറിജിനൽ ഡാറ്റ. നമുക്ക് ഇതാണ് സെൻറ്റർ അയക്കുന്ന ഡാറ്റ. അത് നമുക്ക് റിസീവറിനകത്തേക്ക് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക വെച്ചെങ്കിൽ ഈ ഡാറ്റയിൽ അവരെന്ത് ചെയ്യും, പാരിറ്റി ബിറ്റ് അയക്കുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ പാരിറ്റി ബിറ്റ് 1 എന്നുള്ള പാരിറ്റി ബിറ്റ് ആഡ് ചെയ്തിട്ട് ആ ലാസ്റ്റ് ബിറ്റിനെ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതിനെയാണ് LRC എന്ന് പറയുന്നത്, ഒറിജിനൽ ഡാറ്റ പ്ലസ് LRC. ഓക്കെ, ഇതാണ് ഈ തന്നിരിക്കുന്ന 4 റോസ് എന്ന് പറയുന്നത് ഒറിജിനൽ ഡാറ്റയാണ്. അതിൻ്റെ കൂടെ ഈ ലാസ്റ്റ് ബിറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 1 + 1 എന്ന് പറയുമ്പോൾ നമുക്ക് 2 എന്ന് പറയുന്നത് 1 0 അപ്പോൾ 0 എഴുതി. പിന്നെ അതിൻ്റെ ബാലൻസ് വരുന്ന 1ഉം 0ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ ആ 1 തന്നെ വന്നു. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അത് നമ്മളങ്ങോട്ട് എടുത്തെഴുതി 1 0 1 0 1 0 1 0. ഇതാണ് LRC വരുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മൾക്ക് അവിടെ റിസീവ് ആവുക. ഓക്കെ, ഇതിൽ ലോഞ്ചിറ്റ്യൂഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബ്ലോക്ക് ഓഫ് ബിറ്റ്സ് ഈസ് ഡിവൈഡഡ് ഇൻ ടു റോസ് ആൻഡ് എ റിഡൻഡൻറ്റ് റോ ഓഫ് ബിറ്റ്സ് ഈസ് ആഡഡ് ടു ദി വോൾ ബ്ലോക്ക്. ഓക്കെ, ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു LRC നമ്മൾ ഇങ്ങനെ സെൻഡ് ചെയ്യുകയാണെന്ന് വെച്ചോളൂ. ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ LRC. ഇത് അതിൽ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റ മിസ്സാവുക അല്ലെങ്കിൽ കറപ്റ്റഡ് ആയിട്ട് റിസീവ് ആവുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് 1 0 0 1 എന്നുള്ളത് നമുക്ക് 0 0 1 1 എന്ന രീതിയിലും, സെക്കൻഡ് ഡാറ്റ 0 0 1 1 എന്നുള്ളത് 1 0 0 0 എന്ന് പറഞ്ഞിട്ട് ചേഞ്ച് ആയിട്ടാണ് നമുക്ക് റിസീവ് ആവുന്നതെങ്കിൽ അവർ ചെക്ക് ചെയ്യുക സീറോസും വൺസും ഈവൻ പാരിറ്റിയിലാണോ പോയിരിക്കുന്നത് നോക്കും. ഈവൻ പാരിറ്റിയിലാണ് സെൻഡ് ആയിരിക്കുന്നതെങ്കിൽ മാത്രമാണ്, ആ റൂളിലാണ് സെൻഡ് ആയിരിക്കുന്നത് മാത്രമാണ് റിസീവർ അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ അത് മിസ്മാച്ച് ആണെന്ന് ഷോ ചെയ്തിട്ട് അതിനെ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് LRCയുടെ പ്രോസസ്സിങ് നടക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ പെർഫോമൻസിൽ പറയുന്നത് എൻ ബിറ്റ്സ് ക്യാൻ ഈസിലി ഡിറ്റക്ട് ദി ബേസ്റ്റ് എറർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അതിൽ N ബേസ്റ്റ് എറേഴ്സ് ഡിറ്റക്ട് ചെയ്യും. വളരെ ഹൈ പ്രോബബിലിറ്റിയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ 4 ബിറ്റ് സെപ്പറേറ്റ് ആയിട്ട് അയക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ആ 4 ബിറ്റ് അയക്കുന്നതിൽ 2 എണ്ണത്തിലും സെയിം പൊസിഷനാണ് എറർ വരുന്നത് വെച്ചെങ്കിൽ ഇതിന് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല. അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ 11 11 00 00, അതേപോലെ 11 00 00 11 എന്ന് പറഞ്ഞിട്ടുള്ള 2 ഡാറ്റ സെൻഡ് ചെയ്യുന്നതിൽ രണ്ടിലും ലാസ്റ്റ് അതായത് 0th പൊസിഷനും ഫസ്റ്റ് പൊസിഷനിലും ഡാറ്റയാണ് കറപ്റ്റഡ് ആയിട്ട് റിസീവ് ആയിരിക്കുന്നത്. 2 എണ്ണത്തിലും സെയിം പൊസിഷനാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് LRC ഉപയോഗിച്ച് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇതാണ് LRCയുടെ പെർഫോമൻസ്. എന്താണ് LRC, അതിൻ്റെ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രോബബിലിറ്റിയാണ്, വളരെ ഫാസ്റ്റായിട്ട് ബേസ്റ്റ് എറേഴ്സ് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ബേസ്റ്റ് എറേഴ്സ് എന്താണെന്നൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ.